വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ കപ്പിൾ ഹൂ റീഡ്സ്. സോ ഒരുപാട് പേര് ചോദിച്ചു എന്തേ വെള്ളിയാഴ്ച വരാത്തെന്നുള്ളത്. ഞങ്ങൾ കുറേ അധികം തിരക്കുകളായതുകൊണ്ട് വെള്ളിയാഴ്ച കമ്മിറ്റ്മെൻ്റ് എന്നുള്ളത് നടക്കുന്നില്ല. റെഗുലർലി ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. പക്ഷെ നമ്മൾ സെപ്റ്റംബർ റീഡ് നമ്മൾ എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മാസത്തിൽ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അഗെയിൻ ആഗ്രഹം ഒത്തിരി ഉണ്ട്, പക്ഷേ സമയം വീട്ടുകാരും ബാക്കിയുള്ള നമ്മുടെ പ്രൊഫഷണൽ സൈഡിലൊക്കെയുള്ള തിരക്കുകൾ കാരണം നടക്കുന്നില്ല. ബട്ട് ദെൻ അഗെയിൻ ജസ്റ്റ് ലൈക്ക് ഹൗ യു ഗൈസ് മിസ്സസ് വി മിസ് കപ്പിൾ ഹൂ റീഡ്സ് ആസ് വെൽ. സോ എവറി മന്ത് ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവും. ഓൾറൈറ്റ്. സോ ഈ തുടങ്ങോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. മാഡ് ഡ്രീംസ് എന്ന് പറയുന്ന ബുക്കാണ്. ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഈ ഓഥറിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ ചെയ്തിട്ടിരുന്നു. അതിന്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ പഴയ സെഗ്മെന്റ്സ്, ഹൗ ഡിഡ് വി കം അക്രോസ് ദിസ് ബുക്ക് പറഞ്ഞു. ഓക്കെ. സോ അഗെയിൻ ഇതിൻ്റെ ഓഥറിൻ്റെ 4ാമത്തെ ബുക്കാണ് മാഡ് ഡ്രീംസ് എന്ന് പറയുന്നത്. രോഹിത് രാമചന്ദ്രൻ്റെ 4ാമത്തെ ബുക്കാണ്. ആൻഡ് ഇതിൻ്റെ ഈ ഓത്തറിൻ്റെ 3ാമത്തെ ബുക്ക് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. അങ്ങനെയാണ് രോഹിത്തിനെ നമ്മൾ അറിയുന്നത്. ഇൻഫാക്ട് ആ വർക്ക് ഇറ്റ് ക്രോസ് മോർ ദാൻ 1 lakh കോപ്പീസ്. ആൻഡ് ദ പബ്ലിഷർ പുസ്തകം ഞങ്ങൾ അങ്ങോട്ട് രോഹിത്തിന് അഡ്വാൻസ് റോയൽറ്റി പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിച്ച വർക്കാണ് മാഡ് ഡ്രീംസ് മാത്രമല്ല പുള്ളിന് വരാൻ പോകുന്ന അപ്കമിങ് നോവൽ യാക്കോവ് എന്നുള്ളത്. ആൻഡ് എവർ സിൻസ് വി ഗോട്ട് ടു നോ അബൌട്ട് ദിസ് ബുക്ക് വി വർ സോ എക്സൈറ്റഡ് ഇതൊരു ബുക്കായിട്ട് കാണാനായിട്ട്. ആൻഡ് ഇറ്റ് വാസ് സോ മച്ച് ഒരു വലിയ ഡ്രീമായിരുന്നു. ആൻഡ് അഗെയിൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കവർ എന്ന് പറയുന്നത് ഇറ്റ് ജസ്റ്റ് ഒരു വലിയൊരു ബെഞ്ച് മാർക്കായിപ്പോയി. ഈ കവറിനേക്കാളും വലിയൊരു നല്ല കവർ ഇതുവരെ നമുക്ക് ആർക്കും കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. ഒരുപാട് വർക്കുകളായിട്ട് ഒരുമിച്ച് കാണുമ്പോഴും ഒറ്റ ബുക്കായിട്ട് ഇതൊരാൾ വായിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ദാറ്റ് കവർ ഇറ്റ് സെൽഫ് വിൽ ഡ്രോ യു നിയർ ടു ദ വർക്ക്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദ നെയിം സജസ്റ്റ് മാഡ് ഡ്രീംസിലോട്ടുള്ളൊരു വെൽക്കമിങ് ആണ് കവർ തന്നെ. ആൻഡ് ദ കവർ ലുക്സ് മാഡ് ഡ്രീംസ്. ഇനി കവറിലൊരു ഒരു 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 റിവീലിംഗ് അല്ലേ? റിവീലിംഗ് എന്ന് പറയുന്നത് ഈ മൂക്കും ഈ വായും ഒക്കെ ഓഥറിൻ്റെ മൂക്കും വായയുടെ ഡിസൈൻ എടുത്ത് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്. ആൻഡ് അഗെയിൻ വായിൽ നിന്ന് ഇങ്ങനെ വരുന്നതായിട്ടാണ് മാഡ് ഡ്രീംസ് ഫോണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. നൗ നമ്മുടെ യൂഷ്വൽ സെക്ഷൻ. അതിന് മുന്നേ ഒരു സ്പെഷ്യൽ കാര്യം എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ ഓഥർ സൈൻഡ് കോപ്പിയാണ്. യെസ്, സ്പെഷ്യൽ കോപ്പി. അതെ. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്കാണ്. ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ടൈറ്റിൽ മാഡ് ഡ്രീംസ്, ഓഥർ രോഹിത് രാമചന്ദ്രൻ, പബ്ലിഷ്ഡ് ഓൺ 8th August 2025. ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഡാർക്ക് കോമഡി, സോഷ്യൽ സെറ്റയർ, അതിനകത്തൊക്കെ ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയും. യെസ്. ഇനി വാട്ട് ഡിഡ് ഇറ്റ് മേക്ക് us ഫീൽ എന്നുള്ളതാണ്. ഓക്കെ, അത് ഞാൻ പറയുന്നോ അതോ ആദ്യം പറഞ്ഞു? ഓക്കെ, റൈറ്റ്. സോ രോഹിത്തിനൊരു ഫാനായി മാറിയതാണ് ബാപ്റ്റിസം ബ്ലഡ് വായിച്ചിട്ട്, വിച്ച് വാസ് ഒരു ആക്ഷൻ ഓർ ത്രില്ലർ എന്ന് പറഞ്ഞൊരു ജോണറാണ്. ബട്ട് ഇതെന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ അല്ല. അഗെയിൻ ദാറ്റ് ആക്ച്വലി പോയിൻറ്റ്സ് ഔട്ട് ടു ദ വേഴ്സിറ്റാലിറ്റി ഓഫ് ദി ഓഥർ. ആൻഡ് റീഡിങ് ദിസ് വാസ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഫീൽ. ദ റീസൺ ഐ ലൈക്ക് ആക്ഷൻ ഓർ ത്രില്ലർ ഇസ് ബിക്കോസ് ഐ എം മോർ ഇൻ ടു ദാറ്റ് ജോണർ. ആ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. പക്ഷെ ദെൻ ഐ റിയലൈസ് റീഡിങ് ദിസ് it's about his writing that I became a fan of Rohit. And fan മാത്രമല്ല, മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, I just requested him that to appoint me as a celebrity manager. എൻ്റെ എക്സ്പെർട്ടൈസിൽ ഇപ്പോൾ രോഹിത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അക്നോളജ്മെൻറ്റ്. എനിക്കൊന്ന് ഒരുപാട് പേരുടെ വർക്കിൽ അക്നോളജ്മെൻറ്റിലൊക്കെ എൻ്റെ പേര് വന്നിട്ടുണ്ട് സിൻസ് ഐ എം വർക്കിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി. ബട്ട് ദെൻ എനിക്കൊന്ന് ദീപ്തിയുടെയിലും രോഹിത്തിൻ്റെയിലും വന്ന അക്നോളജ്മെൻറ്റിലാണ് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ളത്. And that is because of the work that has pulled off എഴുത്തിലും കാര്യങ്ങളൊക്കെ. ആൻഡ് അഗെയിൻ ഹൗ ഡസ് ഇറ്റ് മേഡ് മീ ഫീൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഇതൊരു കോളേജ് പ്ലേസ്മെൻറ്റ് സിനാരിയോയിൽ നിന്ന് പുള്ളിയുടെ ഒരു മാഡ് ഡ്രീംസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ജേർണി പോലത്തെ അങ്ങനത്തെ ഒരു വലിയൊരു ജേർണിയാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി ജേർണി. ഒരുപാട് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ട്, പക്ഷേ യു വിൽ നെവർ ഫീൽ ഇറ്റ് ഒഫൻഡഡ് ബിക്കോസ് വളരെ സീരിയസ് ആയിട്ടുള്ള നോട്ട് ബിഹൈൻഡിൽ നിന്ന് നടക്കുന്നുണ്ടാവും സന്ദർഭങ്ങളിൽ. അപ്പോൾ അത് സച്ച് ബ്രില്യൻലി റോട്ട്, നമുക്ക് ഒരിക്കലും ഒരു ഒഫൻസായിട്ട് തോന്നത്തില്ല. ആ രീതിയിലാണ് അതിനെ പോർട്രേ ചെയ്തേക്കുന്നത്. കാരണം അതിനകത്ത് ഹ്യൂമറും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം
with the humor he is addressing a big serious issues that ഡെയിലി ലൈഫിൽ കോർപ്പറേറ്റ് വേൾഡിൽ നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതും നമ്മളൊക്കെ അറിയാവുന്ന ആൾക്കാർ ഫേസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ദിസ് ഇസ് എ ഹൈലി റെസനേറ്റിംഗ് വൺ. റീഡിങ് മാഡ് ഡ്രീംസ് മീൻസ് one way or the other you will easily connect with the protagonist Manu Manohar, and there is this particular character called Tony. So right after I finished this novel, ഞാൻ റോഹിത്തിനോട് പറഞ്ഞ് ഞാൻ ഈ അടുത്ത ജന്മത്തിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മുടെ രോഹിത്ത് മനോഹരായിട്ട് ജനിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ടോണി എന്ന് ഞാൻ രോഹിത്തിനോട് പറഞ്ഞിരുന്നു. ആൻഡ് ടോണി ഈസ് ലൈക്ക് ദ ഫ്രണ്ട് ദാറ്റ് എല്ലാവർക്കും വേണ്ട ഒരു ഫ്രണ്ടാണ് ടോണി എന്ന് പറയുന്നത്. ആൻഡ് അത് ഭയങ്കര ഭംഗിയായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ റീഡിങ് ദിസ് ആക്ച്വലി രോഹിത്ത് എന്നോട് ഒത്തിരി താങ്ക് യു പറയുന്നുണ്ട്, ഞാൻ രോഹിത്തിനോട് താങ്ക് യു പറയുന്നു. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് എന്താ പറയുക, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവർ ചെയ്യാറുള്ളത്. പക്ഷേ റൈറ്റ് ആഫ്റ്റർ റീഡിങ് ദിസ് നോവൽ I asked him to stop thanking me because just giving this book, trusting in us to get it published, and making me a celebrity manager to his such a wonderful work, I'm in debt to that person forever. So such an impactful one, and it doesn't matter what genre that you read, you will enjoy this thoroughly. ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, ഇത് അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും പുസ്തകത്തിന്റെ പ്രൈഡ് തന്നെയാണിത്. എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റും. And in fact, this is one book that we always say പുസ്തകത്തിന്റെ 1 million എന്നുള്ളൊരു ടാഗ് ആദ്യം വരാൻ പോകുന്ന വർക്ക് ഇതാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും. ആൻഡ് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ പ്ലോട്ട്, ഒരുപാട് ഓഫീസ് സെറ്റിങ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മുടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ളതുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളതുണ്ട്, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും ചതിക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു റീഡിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, പല വർക്കുകളും നമ്മളൊരു സിംഗിൾ സെറ്റ് റീഡായിട്ട് നമുക്ക് വായിക്കാൻ തോന്നും. ഇത് രണ്ടുമാണ്. സിംഗിൾ സെറ്റിൽ നമുക്ക് വായിക്കാൻ കൊള്ളാം, എന്നാൽ ബിസി ഷെഡ്യൂളൊക്കെ ഉള്ളവരാണെങ്കിൽ തിരിച്ച് വെച്ച് വായിക്കാൻ രസമാണ്. ബിക്കോസ് ഐ ഹാവ് ട്രൈഡ് ബോത്ത്. ഫസ്റ്റ് ഹാഫ് ഞാൻ അങ്ങനെ വെച്ചാണ് വായിച്ചത്. റെസ്റ്റ് ഓഫ് ദ ഹാഫ് ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് വായിച്ച് തീർത്തത്. അപ്പോൾ ബോത്ത് scenario you will enjoy this. And again his writing outstanding. that ഒരു ഓപ്പൺ ചലഞ്ച് തന്നെ നമ്മൾ ഒരു പബ്ലിഷിംഗ് ഹൗസ് പറഞ്ഞിട്ടുണ്ട്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി വീഡിയോ ഐ വിൽ ബി ടെല്ലിങ് യു. സോ I think 1 hour or 2 hours is not enough for me to express the love that I have for Mad Dreams, but still leaving this to you so that you can also have the same taste. എനിക്ക് പറഞ്ഞു നിങ്ങൾ ആ ടേസ്റ്റ് അനുഭവിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ വായിച്ചത് അനുഭവിക്കുന്നത് തന്നെയാണ്. സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് വായിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ടെൻഷനാവുന്നുണ്ട് ആദ്യം മുതൽ. അത് പക്ഷേ ഇടയ്ക്കൊരു പോയിന്റിൽ ഞാനത് കുറച്ചൊരു ബ്രേക്ക് വരെ കൊടുക്കേണ്ടി വന്നു എനിക്ക്. കാരണം എനിക്കത് ആ സ്ട്രെസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി. പക്ഷെ ഇതൊന്നും ഒരു നെഗറ്റീവ് കാര്യമല്ല. കാരണം നമ്മൾ അത്രയും അതിനകത്ത് ഇൻവോൾവ് ആയിട്ടാണ് നമുക്ക് ആ സ്ട്രെസ് തോന്നുന്നത്. അത് വായിച്ചു വിടാനുള്ളൊരു സാധനമാണെങ്കിൽ തോന്നില്ലല്ലോ. അതിനകത്തായി പോകും നമ്മൾ, ആ ഒരു വേൾഡിനകത്ത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കഥയാണ്. പിന്നെ എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഇത് ഇന്ത്യൻ സെറ്റിംഗ് ആണ്. ഞാനിവിടെ എഡിറ്ററായിട്ട്, പുസ്തകത്തിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം എനിക്കറിയാം, വരുന്ന സബ്മിഷൻസ് മിക്കതും പുറത്തത്തെ സെറ്റിംഗ് എന്ന് വെച്ചാൽ ലണ്ടൻ, അമേരിക്ക, അങ്ങനത്തെ സെറ്റിങ്സ് ആണ്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ചുറ്റും തന്നെ ഒത്തിരി കഥകളുണ്ട്. നമ്മുടെ ഒരു വലിയ നേഷനാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരും പറയാനില്ലല്ലോ. പുറത്തുള്ളവർക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാനായിരിക്കും താല്പര്യം. അപ്പം ഞാൻ പുറത്തത്തെ ലിറ്ററേച്ചർ വായിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചിട്ട് അവർ എഴുതിയേക്കുന്നത് വായിക്കാനല്ല, അവരവരുടെ നേഷനെ കുറിച്ചിട്ട് എഴുതിയേക്കുന്നത് വായിക്കാനാണ് ഞാൻ വായിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ളവർ ഇന്ത്യക്കാർ എഴുതിയൊരു ബുക്ക് വായിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചിട്ട് അറിയാനായിരിക്കും, അല്ലാതെ അവരുടെ കൺട്രിയെ കുറിച്ചിട്ട് അവർക്ക് ഇനി അറിയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സബ്മിഷൻസ് ഒരുപാട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫോറിൻ സെറ്റിംഗ് പഠിക്കുന്നത്. പക്ഷേ ഐ ഡോണ്ട് നോ വെദർ യു നോ ദിസ്, ബട്ട് വർക്കിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി ഐ ക്യാൻ ആക്ച്വലി സേ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പബ്ലിഷേഴ്സ് ടെൻസ് ടു റിജക്ട് ഇറ്റ്. കാരണം ഫോറിൻ സെറ്റിംഗ് അല്ല ഈവൻ ദ പബ്ലിഷേഴ്സ് ആർ ലുക്കിംഗ് ഫോർവേഡ് ടു. കാരണം ഫോറിൻ സെറ്റിംഗ്സും ഫോറിൻ ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത് സോ വാസ്റ്റ് ദാറ്റ് ഈവൻ ദ എഡിറ്റേഴ്സ് കനോട്ട് ഫൈൻഡ് ഔട്ട്. ഇഫ് ഒരു മൊത്തത്തിൽ കോപ്പി അടിച്ച് നമ്മൾ വന്നാൽ പോലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യ സെറ്റിംഗ് ആകുമ്പോൾ അവിടെ ഫിൽട്രേഷൻ ഉണ്ട്, അവർക്ക് അറിയാം ഈ സ്റ്റോറി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അല്ല എന്നുള്ളത്. അപ്പോൾ ഈവൻ പബ്ലിഷേഴ്സ് ആർ ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇന്ത്യൻ സെറ്റിംഗ്. സോ അഗെയിൻ
openly welcoming. But then if you are so good at writing foreign setting, there is nothing wrong in it. But then we always suggest and recommend to write Indian setting because that is അതിൻ്റെ ആവശ്യം is there and it has been like Indian setting എല്ലാ കഥകൾ എടുത്താലും most of the works is doing well also. സെറ്റിംഗ് മാത്രമല്ല, ഇപ്പം സെറ്റിംഗ് അനദർ കൺട്രി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അവിടെയാണെങ്കിലും നമ്മുടെ ആൾക്കാരെ കുറിച്ചിട്ട് എഴുതാലോ, അവിടുത്തെ നേറ്റീവ്സിനെ കുറിച്ചിട്ട്, അവിടുത്തെ നേറ്റീവ്സിന്റെ നെയിംസ് ആൻഡ് സർനെയിംസ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. And it's an obvious fact that even the publishers think that how will you know that എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വരും. മനസ്സിലായി, when you write about a foreigner നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നുള്ളത്. പക്ഷേ ദാറ്റ് ആക്ച്വലി കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് വാട്ട് യു റൈറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രോഹിത് എഴുതിയ ബാബ്രിസ് ആൻഡ് ബ്ലഡ് എന്ന് പറയുന്നത് ഫോറിൻ സെറ്റിംഗ് ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് ക്യാരക്ടർ ഡ്രിവൺ ആയിട്ട് ഒരുപാട് എലമെന്റ്സ് ഇല്ല. അപ്പോൾ അതൊരു ആക്ഷൻ ഓർ ത്രില്ലർ ആകുമ്പോൾ അതിൽ ആക്ഷൻസ് ആണ് കൂടുതൽ ഇൻവോൾവ്. പക്ഷേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഇമോഷണലി നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയി അങ്ങനെ ഒരുപാട് ക്യാരക്ടറിലോട്ടൊക്കെ പോകുമ്പോൾ ഒബ്വിയസ്ലി ഇവൻ പബ്ലിഷർ ലാസ്റ്റ് നമുക്ക് എങ്ങനെ അറിയാം അതിനെ അവരെ കുറിച്ച് എന്നുള്ള രീതിയിൽ വരും. സോ ദാറ്റ്സ് ദ തിങ്. ആൻഡ് അഗൈൻ സെറ്റ് ചെയ്യാവുന്നതൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം, ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ. അതായത് മാഡ്രിൻസിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ ദ ട്രാൻസിഷൻസ്. അതായത് യു വിൽ ഫീൽ ദാറ്റ് ടൈം പാസ്റ്റ്. കഥയോടൊപ്പം സിംഗിൾ സെല്ലിൽ വായിച്ചാലും അല്ലാതെ വായിച്ചാലും ആ കോളേജിൽ നിന്ന് ഓഫീസിൽ നിന്നുള്ള ആ ഓഫീസിൻ്റെ കുറച്ച് മാസങ്ങളൊക്കെ പോകുന്നത് അനുഭവിക്കാൻ പറ്റും നമുക്ക്. വി വിൽ ഫീൽ ഇറ്റ്. ആൻഡ് അഗെയിൻ ഇതിൽ ഡ്രീമും റിയാലിറ്റി അങ്ങനെ കുറച്ച് ഒരു മെസ്റ്റപ്പ് ചിന്തയിൽ നിന്നൊക്കെ തിരിച്ച് റിയാലിറ്റിയോട്ട് വരുന്ന കുറച്ച് ട്രാൻസിഷൻസ് ഉണ്ട്. നോ ഗെയിം, നോ മൂവി, I don't think any other medium can actually express it like how Rohit did. And that really ഞാൻ ഈ ഗെയിമൊക്കെ കളിക്കുന്നതായതുകൊണ്ടും സിനിമയൊക്കെ കാണുന്നതായതുകൊണ്ടും ആ ട്രാൻസിഷൻസിൽ ഐ എം എ ഫാൻ ഓഫ് എ ലോട്ട് ഓഫ് ട്രാൻസിഷൻ. ബട്ട് ദെൻ reading one particular instant of this transition in this book actually outstanding. അത് ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് നാളെ ഇതൊരു സിനിമ ആയി പോയാൽ ഡയറക്ടർ പാടുപെടും ആ ഒരു ട്രാൻസിഷൻ കാണിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളി അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് അത്രയ്ക്ക് അനുഭവിക്കാൻ പറ്റിയോണ്ട് പറയാം. യെസ്, ഓവർ ടു യു. പിന്നെ നമ്മൾ പറഞ്ഞു ഇതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ബുക്കാണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് ഇതിനെ അളക്കരുതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വായിക്കുകയാണെങ്കിൽ, അത് അശ്വിനി ഞാനും കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കത് കൂടുതൽ തോന്നി. ഉള്ളിലേക്ക് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഓരോ ക്യാരക്ടേഴ്സും എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കലി കറക്റ്റ് തന്നെയാണ്, അല്ലേ? അതിനകത്ത് പെർട്ടിക്കുലർ റീസൺസ് മെൻഷൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പം നമുക്കൊരു ഈവിൾ ക്യാരക്ടർ എന്ന് തോന്നുന്ന ആളെ പോലും എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി എന്ന് നമ്മൾ ഒന്ന് ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പ്ലെയിൻ സൈറ്റ് തന്നെ ഉണ്ട്. അപ്പൊ അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഒരു ബുക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ളത് പറഞ്ഞാൽ. അങ്ങനെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള ഒരുപാട് സാധനമുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം യു വിൽ നെവർ ലീവ് ദ ട്രാക്ക് ഓഫ് ദ സീരിയസ് തിങ്സ് ദാറ്റ് ഈസ് ബീൻ ഡിസ്കസ് ഇൻ ദിസ് ബുക്ക്. സോ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ അല്ലേ? അത് ഇനി അടുത്തെന്ന് പറയുന്നത് കോട്ട്സ് ഫ്രം ദിസ് ബുക്കാണ്. പക്ഷേ ഇത് ഞാൻ ഒരുപാട് കോട്ട്സ് ഒന്നും എടുത്തിട്ടില്ല. കാരണം ഒന്നാമത് ഇതൊരു ഹ്യൂമറാണ്. ഹ്യൂമർ നമ്മൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു കോട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബട്ട് ഹാപ്പിനെസ് ഇസ് എ സ്ലിപ്പറി തിങ്, ഇസ്ൻ്റ് ഇറ്റ്? അത് ഭയങ്കര ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തോന്നി. എന്ന് വെച്ചാൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വേരിയബിളാണ്. നമ്മളിപ്പോൾ ഇന്ന് നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യമായിരിക്കില്ല നാളെ നമ്മളെ ഹാപ്പി ആക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് നമുക്ക് പഠിച്ച് ഫുൾ മാർക്ക് കിട്ടണം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മളെ ഹാപ്പി ആക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതല്ല ഹാപ്പിനെസ്. അങ്ങനെ ഓരോ സ്റ്റേജിലും ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് സാധനമാണ്. സക്സസ് എന്ന് പറയുന്നത് പോലും ഡിഫറൻസ് സാധനമാണ്. അതിങ്ങനെ വേരി ചെയ്ത് വെക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഇന്ന സാധനം അച്ചീവ് ചെയ്താൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. എന്നും അത് മാറിക്കൊണ്ടിരിക്കും. എൻ്റെ പോലും ഞാനത് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്ന് പിന്നെയും അടുത്തടുത്ത കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. കോട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സോ ഞാൻ മനുമനോഹറിൻ്റെ ഒക്കെ ഒരു ഹാർഡ്ഷിപ്സിൻ്റെ കാര്യം പറഞ്ഞെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ലൈക്ക് എനിബഡി എൽസ് ദർ ഇസ് നോബഡി വുഡ് ഹാവ് ഹാർഡ്ഷിപ്സ് ഇല്ലാതെ ജീവിച്ച ആരും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വൈ ഐ കൈൻഡ് ഓഫ് സഫേർഡ് ഫോർ സം റീസൺസ് എന്നുള്ളതിന് ഉത്തരം എനിക്ക് ആക്ച്വലി കിട്ടി reading this. So the person that I turned out to be, അതിന് റീസൺ
ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പാസ്റ്റാണ്, അതിൽ കുറച്ച് എലമെൻറ്റ്സ് ആണെന്നുള്ളത് റീഡിങ് ദിസ് ഐ ആക്ച്വലി ഗോട്ട് ഇറ്റ്. അപ്പോൾ അഗെയിൻ ദിസ് ഈസ് യുവർ ബുക്ക് ഇഫ് യു ആർ ഫൈൻഡിങ് ഇറ്റ്. ഒരു ഏറ്റവും തമാശ എന്നത് റീസെൻ്റ്ലി വെൻ ഐ ഷെയർഡ് വിത്ത് ഫ്യൂ ഓഫ് ദ റീഡേഴ്സ്, ഒരാളൊരു വലിയൊരു ഹാർഡ്ഷിപ്പ് ട്രാൻസിഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ ആൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മാട്രിക്സാണ്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഒരു ധൈര്യം തരും. പിന്നെ ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ധൈര്യം കൂടാൻ ചാൻസ് ഉണ്ട്. അത് അലേർട്ടായിട്ട് ഞാൻ ഇപ്പോഴേ പറയാം. കാരണം നമ്മുടെ ക്യാരക്ടറിൽ ഇത്തിരി ധൈര്യം കൂടാനും നമ്മൾ അത്യാവശ്യം ഒരു എന്താ പറയുക അഗ്രസീവ് അല്ല, പക്ഷേ തെറ്റുകളെ കണ്ടാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ധൈര്യം കുറച്ച് കൂടുതലായിട്ട് കിട്ടും റീഡിങ് ദിസ്. ആൻഡ് ഇത് വായിച്ച് കുറച്ച് പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്, കുറച്ച് പേര് ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് ചില ആൾക്കാരൊക്കെ. അപ്പം ഒത്തിരി പാവമായിട്ടൊക്കെ ഇരുന്ന ആൾക്കാരൊക്കെ ദേ സ്റ്റാർട്ടഡ് ടു യുനോ അതിനകത്തുള്ള റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ദേ സ്റ്റാർട്ടഡ് ടു ഡു ദാറ്റ്. അപ്പോൾ എഗെയിൻ ദീപ്തി ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര തഗ്ഗായിരുന്നു എൻ്റെ അടുത്ത്. എന്നുവെച്ചാൽ ദീപ്തി ഞാൻ പാവമൊക്കെ ഇട്ടിരിക്കും, ചീത്തൊക്കെ പറയെങ്കിലും, പക്ഷേ ഭയങ്കരമായിട്ട് തഗ് പറയും, ഭയങ്കരമായിട്ട് ആ ഒരു രീതിയിലൊരു ക്യാരക്ടറിൽ നമുക്കൊരു ഒത്തിരി മാറ്റത്തിൻ്റെ അകത്ത് നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും ആഫ്റ്റർ റീഡിങ്. ബട്ട് ദിസ് ഈസ് നോട്ട് സപ്പോസ് ടു ബി എ സെൽഫ് ഹെൽപ്പ് ബുക്ക്, ബട്ട് ദെൻ സ്റ്റിൽ ഇറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്സ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാ ബുക്കിൽ നിന്നും ഒരു പാർട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് അതുപോലെ. അപ്പോൾ ഇത് ഹൈലി ഇൻഫ്ലുവൻസിങ് വർക്ക് തന്നെയാണ്. അപ്പോൾ യെസ്. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻസ് ഇഫ് എനി. ഓക്കെ, സോ ഐ എം സോ ഹാപ്പി ടു സേ ദാറ്റ് ഇത് ഓഡിയോ ബുക്കായിട്ട് വരാൻ പോവുകയാണ്. അതിന് ഞങ്ങൾ പിച്ച് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അത്യാവശ്യം റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതുപോലെ തന്നെ ഇത് സിനിമയാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ റോയി അറിയാം നിങ്ങൾക്ക്, സിനിമ ബുക്കായതാണ്. അപ്പോൾ ബുക്ക് സിനിമയാകുന്നൊരു പ്ലാറ്റ്ഫോമും കൂടെ പുസ്തകം ഉടനെ വരികയാണ്. ആൻഡ് അഗെയിൻ പുസ്തകം ഈസ് ഓൾസോ ട്രൈങ് ടു ബി എ പ്രൊഡക്ഷൻ ഹൗസ് സൂണർ ഓർ ലേറ്റർ. സോ ഈ വർക്ക് ഞാൻ അങ്ങനെയൊന്നും ആർക്കും കൊടുക്കൂല. പക്ഷേ എന്നാലും ദ മോസ്റ്റ് ഡിസേർവിങ് ആൾക്കാരിലോട്ട് സിനിമയാകാനായിട്ടുള്ള പൊട്ടൻഷ്യൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഭാഷയിലോട്ട് ഒരുപാട് ആൾക്കാർ അക്യൂർ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞു. സോ ഈ ബുക്ക് ഇറങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ, എന്നിട്ട് തന്നെ ഭയങ്കര ഫീഡ്ബാക്ക് വരുന്നുണ്ട്. സോ അഡാപ്റ്റേഷൻസിൻ്റെ ഒരു കുന്ന് നിങ്ങൾക്ക് കേൾക്കാം. മാട്രീംസ് എന്നുള്ള ഇതേ കവറിൽ പക്ഷേ പല ഭാഷയിലും, അതുപോലെ ഉറപ്പായിട്ടും സിൽവർ സ്ക്രീനിലൊക്കെ നിങ്ങൾക്ക് കാണാം. പലരും റീഡേഴ്സ് ആഗ്രഹിക്കുന്ന സീരിയസ് ആയിട്ട് വരാനുള്ളവരുണ്ട്, ചിലരിത് മൂവി ആവണമെന്ന് പറയുന്നത്, പക്ഷേ മോസ്റ്റ്ലി സീരിയസ് ആവണമെന്ന് പറയുന്നവരുണ്ട്. ആൻഡ് സർപ്രൈസിംഗ്ലി വിക്രത്തിൻ്റെ മകനുണ്ടല്ലോ ധ്രുവ് വിക്രം ഇതിൽ അഭിനയിച്ച മനു മനോഹറായ കൊള്ളാന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഷാറുഖ് ഖാൻ്റെ ഒരു മകൻ ചെയ്യുന്നൊരു സീരീസ് ഉണ്ടല്ലോ, എന്താ ബാഡാസ് ബോളിവുഡോ അങ്ങനത്തെ ഒരു സീരീസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടൊക്കെ എഗെയിൻ ഇത് കുറേ കൂടെ വർക്കാവും, അവരെ പോലെയുള്ളവർ ഇത് ട്രൈ ചെയ്താന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എമോങ് മൂവി പീപ്പിൾ ദിസ് ഹാഡ് ഓൾറെഡി ബിക്കം എ ഡിസ്കഷൻ. സോ such discussions makes good movie as well. So let's see whether if Matrix hit silver screen sooner or later. Yeah. ഈ പ്രൈസിങ് ആൻഡ് ഡിസ്കൗണ്ട് ആണ്. ഇതിൽ നമ്മൾ ഒരു ഡിസ്കൗണ്ടും കൊടുക്കുന്നില്ല, ഫുൾ പ്രൈസിന് തന്നെ ഇട്ടേക്കുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. പക്ഷേ കാരണം എഗെയിൻ നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസിങ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ, സിൻസ് ദിസ് ബുക്ക് ഈസ് അവൈലബിൾ വേൾഡ് വൈഡ്, ഓരോ സ്ഥലത്തും പ്രൈസിങ് നമ്മൾ മാർക്കറ്റ് മനസ്സിലാക്കി ഇട്ടിട്ട്, ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ഒരു അഹങ്കാരമാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. അതിന് ഒരു രൂപയിലും കുറച്ച് നമുക്ക് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം ഒരു ഓപ്പൺ ചലഞ്ച്. ആൻഡ് ഇൻഫാക്ട് ബുക്സം ഹാസ് കെയിം അപ്പ് വിത്ത് എ ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എ മൂവ്മെൻറ്റ് കൺസിഡറിങ് മാട്രിക്സ് ആസ് എ ഫസ്റ്റ് എവർ നോവൽ ടു ഗിവ് യു ഫുൾ റീഫണ്ട് ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ ബുക്ക്. അപ്പോൾ അങ്ങനെ ഒരു നോവൽ, അങ്ങനെ ഒരു പബ്ലിഷർ ക്ലെയിം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇറ്റ് ബിക്കേം ഒഫീഷ്യൽ. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ വന്നു, അത് റെഡിറ്റിലൊരു ചർച്ചയായിട്ട് തന്നെ വന്നു. സോ ഇൻട്രൊഡ്യൂസിങ് മാട്രിക്സ് ആസ് എ ഫസ്റ്റ് എവർ നോവൽ ഇൻ ഇന്ത്യ ടു ഗിവ് യു ഫുൾ റീഫണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 100% റീഫണ്ടും ഇതിൻ്റെ MRP പൈസ നിങ്ങൾക്ക് തരും. വി ജസ്റ്റ് നീഡ് എ നോട്ട് ഓൺ വൈ യു ഡിഡ്ന്റ് ലൈക്ക് ദിസ് ബുക്ക്. സോ അത്രയും ഒരു ചലഞ്ച് ഒരു പബ്ലിഷിംഗ് ഹൗസ് നിങ്ങൾ മുന്നിലോട്ട് ഇടുന്നുണ്ടെങ്കിൽ that's a guarantee read. Nobody has ever done such a dare, but we did only because of Mad Dreams and the protagonist Manu Manohar with his Mad Dreams. So let your Mad Dreams also be fulfilled. എന്ന് പറഞ്ഞുകൊണ്ട് ഐ തിങ്ക് അല്ലേ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് മന്തിൽ നെക്സ്റ്റ് റീഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. Until then, miss you guys. Take care.